അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ 20ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ സൂറ അലക്കിൻ്റെ 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നേരത്തെയുള്ള എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. ഇതിൽ ഈ ഭാഗത്ത് വരുന്ന വാക്യത്തിൽ ഒന്നാമത്തേത് കല്ല ഇന്നൽ ഇൻസാന ലയത്തുക എന്നുള്ളതാണ്. കല്ല എന്നതിൻ്റെ വാക്കർത്ഥം നിസ്സംശയം എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്നൊക്കെ പറയാം. ഇന്നൽ ഇൻസാൻ നിശ്ചയമായും മനുഷ്യൻ ലയത്തുക അതിര് കടക്കുകയാണ്. അറ ആഹു അടുത്തത് അറ ആഹു സ്തഗ്ന അറ ആഹു അൻ റ ആഹു എന്നുള്ളതാണ് അറ ആഹു എന്ന് വായിക്കുന്നത്. അവൻ തന്നെ കണ്ടതിനാൽ ഇസ്തഗ്ന തനിക്ക് താൻ തന്നെ മതിയെന്ന്. ഇന്ന ഇലാ റബ്ബിക്ക റുജ ഇന്ന ഇലാ റബ്ബിക്ക തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്ക് തന്നെയാണ് റുജ തിരിച്ചു പോകേണ്ടത്. അറഅയ്തല്ലദീ യൻഹ അറഅയ്ത നീ കണ്ടില്ലേ, അല്ലദീ തടയുന്നവന്, അല്ലദീ യൻഹ തടയുന്നവന്, അബ്ദൻ ഇദാ സ്വല്ല അബ്ദൻ അബ്ദ് എന്ന് പറഞ്ഞാൽ ദാസന്, ഇദാ സ്വല്ല അദ്ദേഹം നമസ്കരിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അറഅയ്ത ഇൻകാന അലൽ ഹുദ അറഅയ്ത അതുപോലെ നീ കണ്ടിട്ടില്ലേ, അറഅയ്ത ഇൻകാന അലൽ ഹുദ അദ്ദേഹം ആണെങ്കിൽ, അദ്ദേഹം ഇൻകാന അലൽ ഹുദ അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിൽ, ഇൻകാന അദ്ദേഹം ആണെങ്കിൽ അലൽ ഹുദ സന്മാർഗത്തിൽ, ഔ അമറ ബിത്തഖ്വ ഔ അമറ അല്ലെങ്കിൽ കൽപ്പിക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ ഉപദേശിക്കുന്നവനാണെങ്കിൽ, ബിത്തഖ്വ സൂക്ഷ്മതയെ സംബന്ധിച്ച്, ധർമ്മത്തെ സംബന്ധിച്ച്. അറഅയ്ത ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അറഅയ്ത നീ കണ്ടിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ, ഇൻ കദ്ദബ അവൻ കളവാക്കിയെങ്കിൽ, നിഷേധിച്ചുവെങ്കിൽ, വതവല്ല പുറംതിരിഞ്ഞ് പോകുന്നവരുമായെങ്കിൽ, അലം യാലം ബി അന്നല്ലാഹ യറ അലം യാലം അവൻ അറിയില്ലേ, ബി അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യറ അവനെ കാണുന്നു എന്ന്. കല്ല എന്നാൽ അങ്ങനെ വേണ്ട കേട്ടോ. ലൈലം യന്തഹി അവൻ നിർത്തിയില്ലെങ്കിൽ, ലനസ്ഫാൻ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും, അൻ നാസിയ കുടുമയെ, നാസിയത്തിൻ അതായത് ഒരു കുടുമ, കാദിബ കള്ളമായ, ഖാത്തിയ പാപിയായ അല്ലെങ്കിൽ പിഴച്ച, ഫൽ യദോ അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അവൻ വിളിച്ചു കൊള്ളട്ടെ, നാദിയ തൻ്റെ സഭയെ, തൻ്റെ കൂട്ടാളികളെ, സനദോ നാമും വിളിക്കാം, അസ്സബാനിയ നരകത്തിൻ്റെ കാവൽക്കാരെ. കല്ല അങ്ങനെ വേണ്ട, ലാ തൊത്യോ നീ അവനെ അനുസരിക്കേണ്ട, വസ്ജുദ് നീ സാഷ്ടാംഗം പ്രണമിക്കുക, വക്കത്തരിബ് അവനോട് അടുക്കുകയും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം. ഇതിൽ പ്രത്യേകമായ വിശകലനം അറിയിക്കുന്ന ചില പദങ്ങളുണ്ട്. അതിലൊന്നാണ് ലനസ്ഫ ബിൻ നാസിയ എന്ന പ്രയോഗത്തെ സംബന്ധിച്ച് ഇമാം മാവർദി തൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ച അഭിപ്രായങ്ങളിൽ പ്രസക്തമായ ഒന്ന് ഇങ്ങനെയാണ്. കാലഹു ഇബ്ൻ അബ്ബാസ് ഇതിനെപ്പറ്റി പറഞ്ഞു, വഹുവ ഇന്ദൽ അറബ് ഇത് അറബികളുടെ ഇടയിൽ
അബ്ലഹു ഫിൽ ഇസ്തിദ്ലാലി വൽ ഹവാൻ, നിന്ദ്യതയുടെയും അപമാനത്തിൻ്റെയും പാരമ്യത്തെ കുറിക്കുന്ന പ്രയോഗമാണ് എന്നാണ് പറഞ്ഞത്. ലനസ്ഫ അം ബിന്നാസിയ എന്നുള്ളത്, അവൻ്റെ കുടുമ നാം പിടിക്കുമെന്നുള്ളത്. അപ്പോൾ അത് ആ രീതിയിലുള്ള പ്രയോഗം നിന്ദ്യതയെയും അപമാനത്തിൻ്റെയും പാരമ്യതയെ കുറിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ഈ വാക്യത്തിൻ്റെ വിശകലനത്തിൽ തന്നെ ഉദ്ധരിച്ച മറ്റൊരു വാചകം ഇപ്രകാരമാണ്. അതിങ്ങനെയാണ്: നാസിയ ഷഹറു മുഖദ്ദമി റാസ്. നാസിയത്ത് എന്നാൽ തലയുടെ മുൻഭാഗത്തുള്ള മുടി എന്നർത്ഥം, അഥവാ കുടുമ എന്ന്. വഖദ് യുഅബ്ബറു ബിഹാ അൻ ജുംലത്തിൽ ഇൻസാൻ. അതുകൊണ്ട് കുടുമ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ മനുഷ്യനെ മൊത്തത്തിൽ തന്നെയാണ്. അവൻ്റെ കുടുമ പിടിച്ച് അവനെ പൊക്കുന്നതോടുകൂടി അവൻ നിലം വിട്ടവനായിത്തീരുന്നു. അപ്പോൾ അവനെ ഒന്നിച്ചു തന്നെയാണ് മനുഷ്യനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കമാ യുക്കാൽ ഹാദിഹി നാസിയ മുബാറക്ക ഇഷാറ ഇല ജമീൽ ഇൻസാൻ. അനുഗ്രഹീതമായ കുടുമ എന്ന് പറയപ്പെടുന്നത് പോലെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയെ സമ്പൂർണമായാണ്. സുമക്കാല, പിന്നീട് അള്ളാഹു പറഞ്ഞു: നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ, യാനി നാസിയ അബി ജഹൽ കാദിബ ഫി കൗലിഹ ഖാത്തിയ ഫി ഫീലിഹ. അതായത് സംസാരത്തിൽ കള്ളം പറയുന്ന, പ്രവർത്തനത്തിൽ പാപം ചെയ്യുന്ന അബൂജഹലിൻ്റെ കുടുമ അള്ളാഹു പിടിക്കും എന്നാണ് പറഞ്ഞത്. അന്നുക്കത്തു അൽ ഉയൂൻ 6:308, 6-ാം വാള്യം 308-ാം പേജിൽ ഈ ആശയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫൽ യദു നാദിയ എന്നതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ മറ്റൊരു വിശകലനം ഇങ്ങനെയാണ്: ഐ ഫൽ യദു അഖില നാദിയ മിൻ അഷീറ ഔ നസീർ. ബന്ധുക്കളുടെയും സഹായികളുടെയും സംഘത്തെ അവൻ വിളിക്കട്ടെ. അന്നുക്കത്തു അൽ ഉയൂൻ 6:308 അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അസ്സബാനിയ എന്ന പദത്തെപ്പറ്റി ഇമാം മുഹമ്മദ് ബിൻ അബിബക്കർ ബിൻ അബ്ദുൽ ഖാദിർ അർ റാസി തൻ്റെ നിഘണ്ടുവിൽ വിവരിക്കുന്ന ഇപ്രകാരമാണ്: അസ്സബാനിയ ഇന്ദൽ അറബ് അഷുർത്ത്. അറബികളുടെ അടുക്കൽ ജബാനിയത്ത് എന്നാൽ കാവൽക്കാർ എന്നർത്ഥം. സുമ്മിയ ബിദാലിക്ക ബാദുൽ മലായിക്ക ലിദഫ്ഇഹിം അഹ്ലന്നാർ. നരകത്തിൻ്റെ സംരക്ഷകരായ ചില മലക്കുകൾക്ക് ഇപ്രകാരം പേർ നൽകപ്പെട്ടിരിക്കുന്നു. ജബിനിൻ്റെ അടിസ്ഥാനം പ്രതിരോധം എന്നാണ്. അസ്ലു ജബിനി അദഫ് എന്നും പറഞ്ഞിരിക്കുന്നു. കാലൽ അഖ്ഫഷ് പറയാണ്: കാല ബാലുഹും വാഹിദുഹും ജബാനി വക്കാല ബാലുഹും ജാബിൻ. അവരിൽ ചിലർ പറഞ്ഞു അവരിൽ ഒരാൾക്ക് ജബാനിയെ എന്ന് പറയും, അവരിൽ മറ്റു ചിലർ പറഞ്ഞു ജാബിൻ എന്ന് പറയും. വക്കാല ബാലുഹും ജിബിനിയ മിസുൽ ഇഫ്രിയ. അവരിൽ ചിലർ പറഞ്ഞു ഇഫ്രിയത്ത് എന്നതുപോലെ ജിബിനിയത്ത് എന്നത് ഏകവചനമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. മുഖ്താറു സിഹാഹ് 236-ാം പേജിൽ. ഇതാണ് ഇതിൻ്റെ പദങ്ങളുടെ വിശകലനം. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ ആശയ ഖുർആൻ ആയത്തുകളുടെ പരിഭാഷ: കല്ല ഇന്നൽ ഇൻസാൻ ലയത്തുക. നിസ്സംശയം മനുഷ്യൻ അതിര് കടക്കുകയാണ്. അറ ആ ഹുസ്തദന, തനിക്ക് താൻ തന്നെ മതിയായി എന്ന് അവൻ ധരിച്ചിരിക്കുന്നു. ഇന്ന ഇലാ റബ്ബിക്ക റുജ, തീർച്ചയായും തിരിച്ചു പോകേണ്ടത് നിന്റെ രക്ഷിതാവിങ്കിലേക്ക് തന്നെയാണ്. അറായിത്തല്ലതി യൻഹ അബുദൻ ഇദാസല്ല. നമസ്കരിക്കുന്ന ദാസനെ തടയുന്നവനെ നീ കണ്ടില്ലേ? അറായിത്ത ഇൻകാന അലൽ ഹുദ, ആ ദാസൻ സന്മാർഗത്തിലായവനാണ് എന്നുള്ളതും കണ്ടിട്ടില്ലേ? നീ കണ്ടിട്ടില്ലേ? അറായിത്ത ഇൻകാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ അവൻ സന്മാർഗം ഉപദേശിക്കുന്നവനാണ് എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല, എന്നിട്ടും എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അറായിത്ത ഇൻകദ്ദബവത്തവല്ല, അതുപോലെ ഈ തടഞ്ഞവൻ അവൻ നിഷേധിയും പുറംതിരിഞ്ഞു പോകുന്നവരുമാണെങ്കിൽ അവൻ്റെ അവസ്ഥയെപ്പറ്റി അലം യാലം ബി അന്നല്ലാഹയറ, എന്തായിരിക്കും അവൻ്റെ അവസ്ഥയെന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അഥവാ അറായിത്ത ഇൻകദ്ദബവത്തവല്ല, നീ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇൻകദ്ദബ, അവൻ കള്ളവാദിയാണെങ്കിൽ, അതുപോലെ അവൻ വത്തവല്ല പിന്തിരിഞ്ഞു പോകുന്നവനുമാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അലം യാലം ബി അന്നല്ലാഹയറ, അള്ളാഹു എല്ലാം കാണുന്നുവെന്ന കാര്യം അവന് അറിയില്ലേ? അലം യാലം ബി അന്നല്ലാഹയറ, കല്ല, അങ്ങനെ വേണ്ട. ലൈലം യന്തഹി ലനസ്ഫം ബിന്നാസിയ, ഇതവൻ നിർത്തിയില്ലെങ്കിൽ അവൻ്റെ കുടുമ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ, കള്ളവും പാപവും നിറഞ്ഞ കുടുമ. ഫല്യദു നാദിയ, എന്നിട്ട് അവൻ അവൻ്റെ കൂട്ടാളികളെ വിളിച്ചു കൊള്ളട്ടെ. സനദു ഉസ്സബാനിയ, നരകത്തിൻ്റെ കാവൽക്കാരെ നാമും വിളിക്കാം. കല്ല, അങ്ങനെ വേണ്ട കേട്ടോ. ലാ തുത്യുഹു, ആ ധിക്കാരിയെ നീ അനുസരിക്കേണ്ട. വസ്തുത് വക്കത്തരിബ്, നിന്റെ നാഥനെ സാഷ്ടാംഗം പ്രണമിക്കുകയും അവനോട് അടുക്കുകയും ചെയ്യുക. ഇതാണ് ഈ സൂറയിലെ ആയത്തുകളുടെ സാരം. ഇനി ഈ ആയത്തുകൾ മുൻനിർത്തിക്കൊണ്ട് ഇതിൽ നിന്ന് വരുന്ന ആശയപ്രപഞ്ചത്തെ നമുക്ക് ഇപ്രകാരം പറയാവുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാഖുവിൽ നിന്ന് കടന്നു വന്ന്
തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മക്കയിൽ ഉടനീളം അതിൻ്റെ ശബ്ദം സാവകാശം പ്രസരിക്കാൻ തുടങ്ങി. നിർമ്മല മനസ്കരായ വ്യക്തികൾ ഓരോരുത്തരായി വിശ്വാസത്തിൻ്റെ തെളിച്ചത്തിൽ നടക്കുകയായി. ഇസ്ലാമിൻ്റെ പ്രശാന്തമായ പ്രസരണം അഹന്ത മുറ്റിയ മനസ്സുള്ള ചിലർക്ക് ദഹിച്ചില്ല. അവരിൽ ഏറ്റവും മുമ്പൻ അബൂജഹലായിരുന്നു. അയാൾ ഗോത്രമഹിമ കൊണ്ടും കുടുംബപെരുമ കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും പ്രബലനായിരുന്നു. താനെല്ലാം തികഞ്ഞവനാണെന്ന ധാരണ അയാളുടെ മനസ്സിനെ ഭരിച്ചു. അയാൾ സത്യത്തിൻ്റെ സ്വനം വഹിക്കുന്ന നിഷ്കളങ്കനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കുമെതിരിൽ അക്രമ മർദ്ദനങ്ങളുടെ പരമ്പരകൾ തന്നെ അയച്ചുവിട്ടു. അസത്യത്തിൻ്റെ രഥപ്പുറത്തേറിയുള്ള അഹങ്കാരത്തിൻ്റെ ഈ പ്രയാണം അവസാനിപ്പിക്കുകയാണ് അയാൾക്ക് നല്ലത്. ഇതുപോലെ അബൂജഹലായി മാറുന്ന ഏത് കാലത്തുമുള്ള ദുഷ്ടന്മാരും ഈ താക്കീത് കേട്ടുകൊള്ളുക. ദേവദാസൻ നമസ്കരിക്കും തടസ്സപ്പെടുത്താൻ ഇവൻ എന്ത് അവകാശം? സന്മാർഗചാരിയും ധർമ്മോപദേഷ്ടാവുമായ നിഷ്കളങ്കനായ ദൈവദൂതനെ തടയുന്നവൻ അതിൻ്റെ ദുരിത പരിണാമത്തെപ്പറ്റി ഓർക്കേണ്ടതാണ്. നിഷേധിയും പിന്തിരിപ്പനുമായ അവൻ തൻ്റെ നാശത്തിലേക്കുള്ള പ്രയാണത്തെപ്പറ്റി കരുതിയിരിക്കേണ്ടതാണ്. പ്രാർത്ഥനാനിരതനായിരിക്കുന്ന നിഷ്കളങ്കനായ ദേവദാസന്റെ പിരടിയിൽ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ ചാർത്തുന്നവൻ. ഇതെല്ലാം അജയ്യനും അതുല്യനുമായ സൃഷ്ടാവ് കാണുന്നുണ്ടെന്ന് ഓർക്കണം. അഭിമാനിയും തേജസ്വിയുമായ മഹാനായ ദൈവദാസന്റെ മുഖത്തടിക്കുകയും കാർക്കിച്ചു തുപ്പുകയും ചെയ്യാൻ പ്രേരണ നൽകിയ ഈ കുരുത്തം കെട്ടവൻ അവൻ്റെ ഈ ദുശ്ചെയ്തികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അവൻ്റെ സകല മാനങ്ങളും തകർക്കും വിധം അവൻ്റെ കുടുമയിൽ പിടിച്ച് നാം അവനെ പൊക്കിയെടുക്കും. വ്യാജവും പാപവും നിറച്ചുവെച്ച അവൻ്റെ കള്ളക്കുടുമ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. ഈ തായ്വരയിൽ എന്നെ സംരക്ഷിക്കാൻ ഏറെ പേരുണ്ടെന്നതാണല്ലോ നിന്റെ വാദം. എങ്കിൽ നീ നിന്റെ ആ കൂട്ടാളികളെ വിളിച്ചുകൊള്ളുക. നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളെ നാം വിളിക്കാം. അവരിൽ നിന്ന് നിന്റെ കൂട്ടാളികൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് നീ നോക്കുക. പ്രവാചകരെ, ഇതുപോലുള്ള അതിക്രമികൾക്കോ ധിക്കാരികൾക്കോ മുമ്പിൽ നീ മുട്ടുമടക്കരുത്. നിന്റെ നാഥൻ്റെ മുമ്പിൽ പ്രണാമർപ്പിക്കുകയും അവനോട് അടുക്കുകയും ചെയ്തു കൊള്ളുക. അഹങ്കാരികളുടെയും അക്രമികളുടെയും ഭീഷണിക്ക് മുമ്പിൽ ഒട്ടും വഴങ്ങാതെ സൃഷ്ടാവിനെ മാത്രം വണങ്ങുന്നവരായി ജീവിതം കെട്ടിപ്പടുക്കുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ള ഈ വാക്യങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ പ്രവാചകൻ്റെ നേരെ എതിരെ ഉണ്ടായിരുന്ന എല്ലാത്തരം വൈതരണികളെയും വെല്ലുവിളികളെയും അനാവരണം ചെയ്യുകയും അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവാചകൻ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് ആഹ്വാനം നൽകുകയും ചെയ്യുന്നു. ഈ ആഹ്വാനം എക്കാലത്തുമുള്ള പ്രബോധകർക്ക് മാർഗദർശകമാണ്. അതാണ് ഈ സൂറയിൽ അടങ്ങുന്ന കാര്യം. ഇതിൻ്റെ ഈ വ്യാഖ്യാനം എന്നുള്ള നിലക്ക് സൂറ അന്നാസിയാത്തിലെ 37-39 വാക്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. അതിക്രമിയും താൻ തോന്നിയുമായി തീരുന്നവൻ്റെ പരിണാമത്തെ പറ്റിയാണ് അവിടെ ഖുർആൻ പറയുന്നത്. ഫഅമ്മാമൻ ത്വഗ വആസറൽ ഹയാത്ത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. അന്ന് ആര് അതിര് കവിയുകയും ഇഹലോക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തുവോ അവന് കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് സങ്കേതം. ഇതുപോലെയുള്ള തുകയുള്ള വൻ തുക അതിക്രമികളായിട്ടുള്ള അതിര് കവിയുന്നവരായിട്ടുള്ള ആളുകൾക്കുള്ള സങ്കേതം നരകമാണെന്ന് ഈ വാക്യത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഐശ്വര്യത്തോടുള്ള രണ്ട് സമീപനങ്ങളെ, ഇഹലോക ജീവിതത്തിൽ ലഭിക്കുന്ന ജീവിത സൗകര്യങ്ങളോടുള്ള അത്തരത്തിലുള്ള സമീപനങ്ങളെ അത് രണ്ട് തരത്തിലാണ് എന്നുള്ള കാര്യം ഖുർആൻ വിവരിക്കുന്നുണ്ട്. അതിൽ ഫറോവയുടെയും സുലൈമാൻ നബിയുടെയും പ്രസ്താവനകൾ, ഫറോവയുടെ ധിക്കാരം നിറഞ്ഞ പ്രസ്താവന ഖുർആൻ ഉദ്ധരിക്കുന്ന ഇപ്രകാരമാണ്: വനാദാ ഫിറഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാർ തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. ഫിറൗൻ തൻ്റെ ജനങ്ങൾക്കിടയിൽ ഒരു വിളംബരം നടത്തി. വനാദാ ഫിറൗനു ഫീ ഖൗമിഹി ഖാല യാ ഖൗം അലൈസ ലീ മുൽക്കു മിസ്ർ. എൻ്റെ ജനങ്ങളെ, ഈജിപ്തിൻ്റെ ആധിപത്യം എനിക്കല്ലയോ? വഹാദിഹിൽ അൻഹാർ, ഈ നദികൾ ഒഴുകുന്നത് തജ്രി മിൻ തഹ്തി, അതെൻ്റെ കാൽച്ചുവട്ടിലൂടെയല്ലയോ? ഈ തരത്തിലുള്ള ധിക്കാരങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അഫലാ തുബ്സിറൂൻ, എന്താ നിങ്ങൾ ഇതൊന്നും കാണാത്തത്? അഥവാ ഈ ഈജിപ്തിൻ്റെ ആധിപത്യവും നൈൽ നദിയുടെ ഒഴുക്കും എല്ലാം എൻ്റെ അധീനതയിലല്ലയോ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയാണ് ഫറോവ ചെയ്തിട്ടുള്ളത്. എന്നാൽ സുലൈമാൻ നബിയുടെ ഇത് ഫറോവയുടെ ധിക്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും വാക്കുകളാണെങ്കിൽ വിനയാന്വിത സ്വരം ഉയർത്തിയിട്ടുള്ള സുലൈമാൻ നബിയുടെ വാക്കുകൾ അല്ലാഹു ഇപ്രകാരം ഉദ്ധരിക്കുന്നു: ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാനായി എൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു ഇത്. ഒമൻ ശകറ ഫഇന്നമാ യഷ്കുർ ലിനഫ്സിഹി. വല്ലവനും നന്ദി കാണിക്കുന്ന പക്ഷം തൻ്റെ ഗുണത്തിനായിട്ട് തന്നെയാകുന്നു അവൻ നന്ദി കാണിക്കുന്നത്. ഒമൻ കഫറ, ആരെങ്കിലും നന്ദികേട് കാണിക്കുന്ന പക്ഷം ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. എന്നെ വല്ലവനും നന്ദികേട് കാണിക്കുന്ന പക്ഷം
തീർച്ചയായും എൻ്റെ രക്ഷിതാവ് പരാശ്രയത്തിനും ഉത്കൃഷ്ടനുമാകുന്നു. ഇത് സൂറ നംല് 40-ാം വാക്യത്തിൽ പറയുന്നു. നേരത്തെയുള്ള വാക്യം സുഹ്റുഫ് 51-ലും പറയുന്നു. 51-ൽ ഫറോവയുടെയും ഈ സൂറ നംലിൽ 40-ാമത്തെ വാക്യത്തിൽ സുലൈമാൻ നബിയുടെയും വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. ഈ രണ്ട് തരം സമീപനങ്ങളാണ് ഇഹലോക ജീവിതത്തിലെ അനുഗ്രഹങ്ങളെപ്പറ്റി ആളുകളുടെ മനോഭാവമെന്ന് വ്യക്തമാക്കുന്നു. ഈ സൂറയുടെ വിശകലനത്തിൽ ഈ ഭാഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് സുജൂദിൻ്റെ പ്രാധാന്യം. സുജൂദിൻ്റെ പ്രാധാന്യവും സുജൂദിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കാനുള്ള പ്രാധാന്യവും ഊന്നിപ്പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം. ഇതിലിവിടെ വസ്ജുദ് വഖ്തരിബ്, സുജൂദ് ചെയ്യാനും അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാനും വേണ്ടിയാണ് അവസാനം പറഞ്ഞിട്ടുള്ളത്. സുജൂദിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന ഹദീസ് ഇങ്ങനെയാണ്. നബി ഹുറൈറ റളിയല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി, ഒരു ദാസൻ തൻ്റെ രക്ഷിതാവുമായി ഏറ്റവും അടുക്കുന്ന സന്ദർഭം ഫഹുവ സാജിദുൻ, അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫഅക്സിറു ദുആ, അതിനാൽ ആ സന്ദർഭത്തിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് കാണാം. ഇത് മുസ്ലിം 744-ാം നമ്പറായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭം സുജൂദിൻ്റെ സന്ദർഭമാണെന്നും ആ സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പറയാവുന്ന സന്ദർഭമാണെന്നും അതിനാൽ ആ സന്ദർഭത്തിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കാനുള്ള ആഹ്വാനവും ഈ ഹദീസിലും വന്നിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ സൂറയുടെ ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. വായനയുടെയും എഴുത്തിൻ്റെയും പ്രാധാന്യത്തെയും അതുപോലെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രംഗത്ത് വന്നുചേരുന്ന വൈതരണികളെ നേരിടുവാനുള്ള മനക്കരുത്താർജിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥനാപൂർവ്വം സുജൂദിലായി വീണുകൊണ്ട് പടച്ചവനിലേക്ക് അടുത്തുനിന്നുകൊണ്ട് പ്രബോധകരായി മുന്നേറാനുമുള്ള ആഹ്വാനമാണ് ഈ സൂറയിൽ അടങ്ങുന്നത്. ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.